ഹായ്, നമ്മൾ കുറേ ദിവസമൊന്നുമല്ല, ഒരാഴ്ചക്കൊക്കെ ശേഷം മിസ്റ്റർ ജെബിയുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോ ആശംസ. ഇപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റുമായിട്ടാണ്, വേറെ ഗെയിമൊന്നുമില്ല ഗൈസ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മരം കുറേ പറ്റിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വിത്തുകളൊക്കെ വീണ് കിടക്കണ്. നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. കഴിഞ്ഞ വട്ടം നമ്മൾ മണിമാളിക ഉണ്ടാക്കാന്ന് പറഞ്ഞാണ് വീഡിയോ തുടങ്ങിയത്. പോണഴിക്കൊരു ഷീപ്പ്, ഫുഡില്ല നമുക്ക്. പോണഴിക്ക് ആവശ്യമില്ലാത്തൊക്കെ അപ്പം ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ വില്ലേജിൽ ആൾക്കാരൊക്കെ കുറവാണ്. നോക്കട്ടെ കേട്ടോ, ഇവിടെ എങ്ങും ഒറ്റ മനുഷ്യ കുഞ്ഞില്ല. ഞാൻ രാത്രി കൃത്യമായിട്ട് ഉറങ്ങാത്തത് കൊണ്ടാണ് വില്ലേജസ് ഉണ്ടാവട്ടെന്നാൽ. നമുക്ക് 2-3 വില്ലേജറിനെ വീട്ടിൽ പൂട്ടി സേഫ് ആക്കണം. ഇവിടെ 2 വില്ലേജറുണ്ട്. കേരള കേരള ആര് കയറുന്നില്ല. ഞാൻ എന്തായാലും ഈ കട്ടിലേക്ക് വാങ്ങാൻ പോലെ കയറി കിടക്കട കിടന്നു. ഇവര് 2 ഈ റൂമിലുണ്ട്. ഞാൻ ഉണ്ടാക്കിയ സാധനം എന്തേ ഞാൻ പറഞ്ഞില്ല, അത് ഉറപ്പായിട്ടൊരു വീഡിയോ ആവും. നമുക്കിനി സ്റ്റോൺ മൈൻഡ് ചെയ്യാൻ വേറെ സ്ഥലമില്ല. നമുക്കിനി സ്റ്റോണുകൾ മൈൻഡ് ചെയ്യാം. നമുക്ക് കഴിഞ്ഞ ദിവസം വീട് കുറച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ബാക്കി ഉണ്ടാക്കാനുള്ള സമയമാണ്. നമുക്ക് ആദ്യം ടൈല് ഉണ്ടാക്കണം. ഓക്കെ ഗൈസ്, നമ്മുടെ വീട് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. സെക്കൻഡ് ഫ്ലോറൊക്കെ നമുക്കിനി നിലം നോക്കാം. രാത്രി പണിയായി. ഓക്കെ, നമ്മളിവിടെ ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ടൈല് വെക്കണം. അതിന് മരം വെക്കണം അല്ലെങ്കിൽ ഇത് വെക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. എത്ര പെട്ടെന്ന് തീർന്നു. ഈ മരം വെട്ടെങ്കിൽ എന്തോരം വേണം. ഞാൻ മരമൊക്കെ കഷ്ടപ്പെട്ട് വെട്ടിക്കൊണ്ട് വന്നപ്പോഴാണ് എൻ്റെ ഇനിയും മരം ഉണ്ടായെന്ന് അറിയാം. കുഴപ്പമില്ല. അങ്ങനെ നമ്മ ഇതെല്ലാം ഫുള്ളും ഫില്ലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതോടെ തീരില്ല. എനിക്ക് ഇനിയും കുറേ പരിപാടികളുണ്ട്. എന്തുവാ മാർഗിട്ട് ചെയ്യാൻ. ഇവിടെ ഇട്ട് ടൈല് വെക്കണം, അതും കൂടെ ചെയ്തേക്കണം. ടോർച്ച് എടുത്തോണ്ട് അത് ബാക്ക് അടിച്ചു പോയി. ഞാനിപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ചെറിയ വോയിസ്. വില്ലേജേഴ്സിനെ ഫോൺ ആക്കിയതാ.
എന്താടാ പാവം വില്ലേജ് ഓടാനായിരിക്കുന്നു. അയങ്കുളത്തിന് ഉണ്ടാക്കി കൂടി വരിക്ക്. ഇതിൽ കുറേ കളക്ഷൻ കളയുമ്പോൾ ചില്ല് വെക്കണം. ഗ്ലാസ് ഞാൻ എന്തിനാണ് ഇവിടെ ഒരു തുളയിട്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവും. ഓ സഞ്ചാരം തുടച്ചു നിൽക്കുവാനല്ല. മിണ്ടാതിരുന്നോട്ടെ മോളടിക്കുന്നു. എല്ലാം കൂടി ഇവനെ എടുത്തടാ. കിട്ടിയാ? ഞാനിനി മാറിയിരുന്നേക്കാം. ഓക്കെ, നമ്മൾ അങ്ങനെ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. 10 മിനിറ്റ് തികഞ്ഞാൽ മതിയായിരുന്നെന്നാ ഞാൻ ഉദ്ദേശിച്ച തികഞ്ഞില്ല. ഇവിടെ ഇങ്ങനെ വന്ന് ഓക്കെ, ഒരു കാര്യം ചെയ്യാനുണ്ട്. കുറച്ച് മുന്നോട്ട് കയറ്റിയേക്കാം. അയ്യോ, ക്രാഫ്റ്റിൻ്റെ ഇവിടെ ഞാൻ ഒന്നും ഉണ്ടാക്കിയാണ്. Later. A few moments later. One eternity later. അത്യാവശ്യം നമ്മുടെ വീടൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഔട്ട്ഡോർ ഡിസൈനൊക്കെ കഴിഞ്ഞ് ഇനി ഫുള്ള് ഇൻഡോറും ഏണിവെപ്പൊക്കെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വീട് നിലവിൽ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയാം. എനിക്കൊരു ഐഡിയ പറയാനുണ്ട്. പുറകെ ആ സ്റ്റെപ്പിൻ്റെ ബാക്കിലേക്ക് ഇവിടെ കുഴിച്ചിട്ട് സ്റ്റെപ്പിൻ്റെ ബാക്കിൽ സൈഡ് സ്ഥലമുണ്ടല്ലോ, നമുക്ക് ബാക്കിൽ അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റ് ഈ സ്റ്റെപ്പിൻ്റെ പുറകിൽ ഇതിങ്ങനെ താഴത്തേക്ക് പോകണം. എന്താ നീ കാണിച്ചത്? ഞാനാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, നമ്മൾ എക്സ്ട്രോട് ഒരു ഡോറും കൂടെ വെച്ച് ഇവിടെ ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റ്. ഞാൻ പറഞ്ഞ് ഈ ഒരു കുഞ്ഞ് സ്ഥലമല്ല എൻ്റെ വീട്, എനിക്ക് വലിയൊരു മണിമാളിക. ഞാൻ പറഞ്ഞ് എനിക്ക് ഈ കുഞ്ഞ് സ്ഥലമല്ല, എനിക്ക് വലിയൊരു മണിമാളിക ഉണ്ടാക്കണം. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവസാനമായിട്ട് നമുക്ക് വില്ലേജർ എന്തായാലും നോക്കാം. കൊച്ചോടിപ്പോയി. അയ്യോ, ഞാൻ ആ കാര്യം മറന്നു. എന്ത് കാര്യം? ഫുള്ള് എവിടെയാണ് തൊട്ടിട്ട് ആള്? അയാള് പോയി. മൊത്തം പഴക്കം കിട്ടിയില്ല. അത് പൊട്ടിക്കാൻ നിലത്ത് വീഴും. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. അപ്പോൾ വീഡിയോ കാണാൻ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം. ഞാൻ കുറേ നേരം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ
ബൈ ഗൈസ്.